ഹായ് ചിൽഡ്രൻ, നമുക്ക് ഇംഗ്ലീഷിന്റെ ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ? അപ്പൊ നമ്മള് പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ എങ്ങനെ വരികയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ഒരു 5 പ്രവർത്തനങ്ങളുണ്ട്. അതിലെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് അതിന്റെ ഉത്തരവും കണ്ടെത്താം. ഓക്കെ, മക്കള് ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹർഷ മിസ്. നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. വൺസ് അപ്പോൺ എ ടൈം there were 2 cats. 2 പൂച്ചകൾ ഉണ്ടായിരുന്നു അല്ലെ. They were good friends. അവർ ഫ്രണ്ട്സ് ആയിരുന്നു. One day they got a piece of bread while sharing. They made a big and small pieces. അവര് എന്താണ്, അവർക്ക് ഒരു പീസ് ബ്രെഡ് കിട്ടി. അവർ ഷെയർ ചെയ്തപ്പോൾ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായി. സോ ദേ ബിഗാൻ ടു ഫൈറ്റ് ഫോർ ദ ബിഗർ പീസ്. വലിയ പീസിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എ മങ്കി സോ ദം ഫൈറ്റിംഗ്. അപ്പൊ ഒരു കുരങ്ങനെ അവർ ഫൈറ്റ് ചെയ്യണത് കണ്ടു. ഹി സെഡ് ഐ വിൽ ഷെയർ ഇറ്റ് ഈക്വലി. ഞാനത് തുല്യമായി വിരിക്കാം കേട്ടോ. ഹി ബിറ്റ് ദ ബിഗർ പീസ് ടു മേക്ക് ഇറ്റ് ഈക്വൽ. അവൻ എന്ത് ചെയ്തു, അവൻ വലിയ പീസ് ഒരു കടി കൊടുത്തിട്ട് ഈക്വൽ ആക്കാൻ ശ്രമിച്ചു. ബട്ട് ദെൻ ദ ബിഗർ പീസ് ബിക്കെയിം സ്മോളർ. പെട്ടെന്ന് അത് കടിച്ചോടുകൂടി ആ വലിയ പീസ് വീണ്ടും ചെറുതായി. ദെൻ ഹി ബിറ്റ് ദ അതർ ബിഗർ പീസ് ടു മേക്ക് ദം ഈക്വൽ. അങ്ങനെ അയാൾ മറ്റേ ഈ കുരങ്ങൻ എന്ത് ചെയ്തു, മറ്റേ വലിയ പീസിനെ കടിച്ചു, അപ്പൊ അത് ഈക്വൽ ആക്കാൻ വേണ്ടി. പക്ഷെ ബിറ്റ് ബൈ ബിറ്റ് ഹി ഏറ്റ് ദ ഹോൾ ബ്രെഡ്. അങ്ങനെ തിന്ന് അവൻ മുഴുവൻ ബ്രെഡ് അവൻ തിന്നു. അവൻ പെട്ടെന്ന് ഹാപ്പി ആയി പോയി. ദ പുവർ കാറ്റ് ലോസ്റ്റ് ദെയർ ബ്രെഡ്. ആ പാവം പൂച്ചകൾക്ക് എന്ത്, അവരുടെ ബ്രെഡ് നഷ്ടമായി. മോറൽ, ഈ കഥയുടെ മോറൽ എന്താണ്? വി മസ്റ്റ് ലേൺ ടു ഷെയർ വാട്ട് വി ഹാവ്. നമുക്ക് എന്താ ഉള്ളത് എന്നുള്ളത് എന്താണ്, നമുക്കുള്ളതിന് ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നതാണ് ഇതിന്റെ ഗുണപാഠം അല്ലെ. ഒന്നാമത്തെ, ഹൂ വേർ ദ 2 ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റോറി. ഈ കഥയിലെ 2 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? 2 കാറ്റ്സ്, 2 പൂച്ചകളാണ് അല്ലെ. കാറ്റും മങ്കിയും അല്ല, കാറ്റും ഡോഗും അല്ല, 2 മങ്കി അല്ല. ഇവിടെ ആൻസർ ചെയ്താൽ സ്ഥലം ഉണ്ടാവും, മക്കൾ എഴുതണം. വാട്ട് ഫുഡ് ദേ ഗോട്ട് വൺ ഡേ. അവർക്ക് എന്ത് ഫുഡാണ് കിട്ടിയത്? മാംഗോ, ഫിഷ്, പീസ് ഓഫ് ചപ്പാത്തി, പീസ് ഓഫ് ബ്രെഡ്. എന്താ കിട്ടിയത്? പീസ് ഓഫ് ബ്രെഡ് അല്ലെ. ഒരു പീസ് ബ്രെഡ് ആണ് അവർക്ക് കിട്ടിയത്. എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ് ആർ ഗിവൻ ഇൻ ദിസ് സ്റ്റോറി. They are tall and short, big and small, large and small, sadly and happily. അല്ലെ. ഇതില് ഒരു 2 ഓപ്പോസിറ്റ് വേർഡുകൾ ഈ പാരഗ്രാഫിൽ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ബിഗ് ആൻഡ് സ്മോൾ. ബിഗ് പീസും സ്മോൾ പീസും ആയി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ബി ആണ് വരിക. ലാർജ് സ്മോൾ അല്ല, സാഡ്ലി ആൻഡ് ഹാപ്പിലി അല്ല. ബിഗ് ആൻഡ് സ്മോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എവിടെ? ബിഗർ, സ്മോളർ അല്ലെ. അടുത്ത ചോദ്യം, ഹൂ കെയിം ടു ഹെൽപ്പ് ദ കാറ്റ്സ്. കാറ്റിനെ സഹായിക്കാൻ ആരാ വന്നത്? ഡോഗ്, എ ഫോക്സ്, എ മങ്കി, എ ക്രോ. ആരാ വന്നത്? എ മങ്കിയാണ് വന്നത്. മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് ദാറ്റ് വി മസ്റ്റ് ലേൺ ടു. ഈ കഥയുടെ എന്താണ് ഗുണപാഠം എന്താണ്? വി മസ്റ്റ് ലേൺ ടു ഫൈറ്റ്, ഷെയർ, ലവ്, ഹെൽപ്പ്. എന്താണ്? ഷെയർ അല്ലെ. ഷെയർ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം, റീഡിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ. ഇത് പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ഇവിടെ വാസ് സാൻഡി ലാൻഡ് there was a warm and peaceful village. അവിടെ ഒരു മണൽ നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. The villagers were simple and kind-hearted. അവിടെയുള്ള ഗ്രാമവാസികൾ വളരെ സിമ്പിൾ, സാധാരണക്കാരും നല്ല ദയയുള്ളവരുമായിരുന്നു. They had never met any outsiders. അവര് പുറത്തുള്ള ആരെയും കണ്ടിട്ടില്ല. They enjoyed the calm and quiet life of their village. അവരുടെ സമാധാനപരമായ ജീവിതം അവര് ആസ്വദിച്ചു. On bright morning, ഒരു പ്രഭാതത്തിൽ, the sun sprinkled its glowing golden light across the white and clear sky. സൂര്യൻ അതിന്റെ സുവർണ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടു. The villagers gathered in their usual spots. ഗ്രാമവാസികൾ അവരുടേതായ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി. Some rested under the shade. ചിലര് തണലത്തിരുന്നു. Some people sat cross-legged on the soft sand. അവര് ചമ്മറം പടിഞ്ഞിരുന്നു. A few children lay on the ground. കുറച്ച് കുട്ടികൾ മണ്ണിലിരുന്നു.
സ്കെച്ചിങ് പാറ്റേൺ ഇൻ ദി സാൻഡ് വിത്ത് സ്റ്റിക്സ്. എന്താണ്? ആ മണലില് സ്കെച്ചിങ് പാറ്റേൺ ഉണ്ടാക്കി സ്റ്റിക്ക് കൊണ്ട്. അപ്പൊ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് വില്ലേജേഴ്സ് വാസ് ഇറ്റ്? അവിടെയുള്ള വില്ലേജേഴ്സ് എങ്ങനെയുള്ളവരായിരുന്നു? വാസ്റ്റ് ആൻഡ് സാൻഡി, വാം ആൻഡ് പീസ്ഫുൾ, കാം ആൻഡ് ക്വൈറ്റ്, വൈഡ് ആൻഡ് ക്ലിയർ. എങ്ങനെയുള്ളവരായിരുന്നു പറഞ്ഞത്? വാം ആൻഡ് പീസ്ഫുൾ അല്ലെ? അപ്പോ വാം ആൻഡ് പീസ്ഫുൾ ആണ് ഉത്തരം വരിക. അല്ല മക്കളേതാ? ഇനി ആൻസർ. ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് മോഡറേറ്റ്ലി ഹീറ്റ്. എന്താണ്? മിതമായ ചൂട് എന്ന അർത്ഥത്തിലുള്ള വാക്ക് ഏതാണ്? ഗ്ലോയിങ്, ലൈറ്റ്, വാം, ക്വൈറ്റ്. ഏതാണ് മിതമായ ചൂട്? വാം ആണ്. വാം കേട്ടോ. ആൻസർ. വിച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ ദി സ്റ്റോറി ടു സ്പീക്ക് അബൌട്ട് ദി വില്ലേജേഴ്സ്? വില്ലേജേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്ത വാക്ക് ഏതാണ്? കാം ആൻഡ് ക്വൈറ്റ്, സിമ്പിൾ ആൻഡ് കൈൻഡ് ഹേർട്ടഡ്, വാം ആൻഡ് പീസ്ഫുൾ, വൈഡ് ആൻഡ് ക്ലിയർ. അവര് സാധാരണക്കാരും കൈൻഡ് ഹേർട്ടഡ് ദയുള്ളവരാണ്. സിമ്പിൾ ആൻഡ് കൈൻഡ് ഹേർട്ടഡ് ആണ് വരിക അല്ലെ? അല്ല മക്കളെ? അത് തന്നെ. ഈ നാലാമത്തെ, വേർ വാസ് ദി വില്ലേജസ് സിറ്റുവേറ്റഡ്? വില്ലേജ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? നിയർ ദ സീഷോർ, ഓൺ ദ മെഡോ, ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്, അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീ. എവിടെയാണ്? സാൻഡി ലാൻഡ്, മണൽ നിറഞ്ഞ ഒരു പ്രദേശത്താണ് അല്ലെ? വിശാലമായ വാസ്റ്റ് സാൻഡി ലാൻഡ് എന്ന് ഇവിടെ ഇല്ലേ? ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്. ഓക്കെ. അടുത്തത്, ഹൗ ഈസ് ദ ലൈറ്റ് ഓഫ് ദി സൺ ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് സണ്ണിന്റെ വെട്ടത്തെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? വാം ആൻഡ് പീസ്ഫുൾ, ഗ്ലോയിങ് ഗോൾഡൻ, വൈഡ് ആൻഡ് ക്ലിയർ, കാം ആൻഡ് ക്വൈറ്റ്. ഗ്ലോയിങ് ഗോൾഡൻ അല്ലെ? തിളങ്ങുന്ന സുവർണ നിറമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഗ്ലോയിങ് ഗോൾഡൻ. ഇവിടെ പാരഗ്രാഫിലുണ്ടല്ലോ, അതാ ഗ്ലോയിങ് ഗോൾഡൻ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, അടുത്ത റിഡിൽസ് ആണ്, കടങ്കഥകൾ. മൈ മദർ വാസ് laying still on the floor. I am the elder child of the house. I called helpline number 101. Who I am? എൻ്റെ അമ്മ എന്തിൽ കിടക്കുകയാണ്? ഫയറിൽ കിടക്കുകയാണ്. ഐ ആം ദ എൽഡർ ചൈൽഡ് ഓഫ്, ഞാനാണ് എന്താണ്? വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള്. ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പർ 101 വിളിച്ചു. ഹു ഐ ആം, ഞാൻ ആരാണ്? ആരായിരിക്കും? ദിൽനയാണ് അല്ലേ? ദിൽന. ആരാണ്? ദിൽന. ഇനി, ഐ ഹിയർ ദ ക്രൈസ് ഓഫ് ദി പീപ്പിൾ ഫ്രം ഇൻസൈഡ് ദ വാൾസ്. ഞാന് വാളിന്റെ അകത്തുള്ള ആളുകളുടെ കരച്ചിൽ കേട്ടു. വൈ ആർ ദേ ഹൈഡിങ് ആൻഡ് ക്രൈയിങ്? എന്തിനാണ് അവർ ഒളിഞ്ഞിരുന്ന് കരയുന്നത്? ഐ തോട്ട് ഐ വാണ്ട് ടു ഹെൽപ്പ് ദം, ഞാൻ അവരെ സഹായിക്കാം. ഹു ഐ ആം, ഞാൻ ആരാണ്? ഹു ഐ ആം ദ സ്ട്രേഞ്ചർ അല്ലെ? സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപരിചിതരായ ആളുകൾ. മൂന്നാമത്തെ, ഐ ഹാവ് ദ ഷേപ്പ് ഓഫ് യുവർ ഹെയർ ബോ. ഹെയർ ബോയുടെ ഷേപ്പാണ് എനിക്കുള്ളത്. യു ക്യാൻ സീ മീ ഇൻ സ്കൈ. എന്നെ സ്കൈയിൽ കാണാം. ഐ ഹാവ് 7 കളേഴ്സ്. എനിക്ക് 7 കളർ ഉണ്ട്. ഹു ഐ ആം? റെയിൻബോ ആണ് അല്ലെ? റെയിൻബോ. എന്താണ്? മഴവില്ല്. പിന്നെ, ഐ ആം ഇൻ യൂണിഫോം അറ്റ് ഡ്യൂട്ടി. ഡ്യൂട്ടിയിൽ ഞാൻ യൂണിഫോമിലായിരിക്കും. ഐ റീച്ച് ആക്സിഡന്റ് സ്പോട്ട്സ് അറ്റ് വൺസ്. ഞാൻ പെട്ടെന്ന് ആക്സിഡന്റ് സ്ഥലത്തെത്തും. യു ക്യാൻ കോൾ മീ ഇൻ ഹെൽപ്പ് ലൈൻ 101. 101 എന്നെ വിളിക്കാം. ഹു ഐ ആം? ഞാൻ ആരാണ്? ഫയർമാൻ അല്ലെ? ഫയർമാൻ ആരാണ്? ഫയർ എടുക്കുന്ന ആള്. 5, ഐ ഫ്ലൈ ഹൈ ഇൻ ദ എയർ. ഞാൻ വായുവിൽ പറക്കും. യു കൺട്രോൾ മീ വിത്ത് എ സ്ട്രിങ്. ഒരു ചരട് കൊണ്ട് നീ എന്നെ കൺട്രോൾ ചെയ്യും. ഐ ആം ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് കളർ. എനിക്ക് വ്യത്യസ്ത ഷേപ്പും കളറുകളും ഉണ്ട്. ഹു ഐ ആം? ഞാൻ ആരാണ്? ആരാണ്? കൈറ്റ് അല്ലെ? പട്ടമാണ്. ഇനി ആക്ടിവിറ്റി 4, പോസ്റ്റർ. യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ടു കൺവേ ദ മെസ്സേജ് യൂണിറ്റി ഇൻ സ്ട്രെങ്ത്. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദി പ്രോഗ്രാം. യൂണിറ്റി ഇൻ സ്ട്രെങ്ത് എന്ന പേരിൽ ഒരു കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ് സ്കൂളിൽ. അപ്പൊ നിങ്ങൾ അതിനൊരു പ്രോഗ്രാമിന് ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങളുടെ സ്കൂളിലെ പേര് ഇവിടെ കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം? കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ എന്ന് എഴുതുക. ഏത് ദിവസം? ആഗസ്റ്റ് 15 അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം. ഷെയർ ദ മെസ്സേജ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നും കൂടി എഴുതിയിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം അല്ലെ? സിമ്പിൾ ആയിട്ട് ഇതായിക്കൂടെ? അടുത്തത്, ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ? ഡിസ്ക്രൈബ് ഇറ്റ്. ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ? ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡിസ്ക്രൈബ് ഇറ്റ്. അത് വിശദീകരിക്കാനാണ് പറയുന്നത്. എന്താണ്?
ദിസ് ഈസ് എ വാസ്റ്റ് ഏരിയ ഓഫ് സാൻഡ്. അല്ലേ? മണൽ നിറഞ്ഞ ഒരു വലിയ സ്ഥലമാണ്. പീപ്പിൾ ആർ റെസ്റ്റിംഗ് ആൻഡ് റിലാക്സിംഗ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ആ സോഫ്റ്റ് ആയ മണലിൽ അവർ ഇരിക്കുകയാണ്. എ ഗേൾസ് ഈസ് റെസ്റ്റിംഗ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ദി ട്രീ. ഒരു ഗേള് എന്ത് ചെയ്യണം? മരത്തിന്റെ അടിയിൽ ഇരിക്കുകയാണ്. എ ബോയ് ഈസ് സിറ്റിംഗ് ലീനിങ് ടു എ റോക്ക്. എന്താണ്? ഒരാള് എന്താണ് കല്ലിൽ ചാരിയിരിക്കുന്നുണ്ട്. സം ആർ സിറ്റിംഗ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ ഗ്രൗണ്ട്. ചിലര് ചമ്മറം പടിഞ്ഞിരിക്കുന്നുണ്ട്. എ ഫ്യൂ അതേഴ്സ് ആർ ലൈയിങ് ഓൺ ദി സാൻഡ്. ചിലര് മണ്ണിൽ കിടക്കുന്നുണ്ട്. എ സ്മോൾ ചൈൽഡ് ഈസ് ഓൾസോ സിറ്റിംഗ്. ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അനദർ ബോയ് ഈസ് ഡ്രോയിങ് പാറ്റേൺസ് ഓൺ ദി സ്റ്റാൻഡ്. കുറച്ച് കുട്ടികൾ പാറ്റേൺ വരയ്ക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്, അല്ലേ? ഇനി 6 തോട്ട്സ്. എ സ്ട്രേഞ്ചർ കെയിം ടു ദ വില്ലേജ്. ഒരു അപരിചിതൻ വില്ലേജിലേക്ക് വന്നു. ഹി ഹിയർഡ് ദ ക്രൈസ് ഓഫ് ദി പീപ്പിൾ ഫ്രം ഇൻസൈഡ് ദ വാൾസ്. വാളിന്റെ അകത്തു നിന്ന് ആളുകളുടെ കരച്ചിൽ കേട്ടു. വൈ ആർ ദേ ഹൈഡിങ് ആൻഡ് ക്രൈയിങ്? എന്തിനായിരിക്കും അവർ ഒളിഞ്ഞിരുന്ന് കരയുന്നത്? ഹി തോട്ട്. അവൻ വിചാരിച്ചു. റൈറ്റ് ദ തോട്ട് ഓഫ് ദി സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചറുടെ എന്തൊക്കെ, ആ അപരിചിതൻ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ? ദ പ്ലേസ് ലുക്സ് വെരി സ്ട്രേഞ്ച്. ആ സ്ഥലം വളരെ സ്ട്രേഞ്ച്, അപരിചിതമുണ്ട്. ദർ ആർ വാൾസ് ഇൻ ദി ഡിഫറെന്റ് കോർണേഴ്സ് ഓഫ് ദി വില്ലേജ്. വില്ലേജിന്റെ വിവിധ കോർണറുകളിൽ മതിലുകളുണ്ട്. വൈ ഡിഡ് ദേ മേക്ക് വാൾസ്? എന്തിനായിരിക്കും അവർ വാൾ ഉണ്ടാക്കിയത്? വൈ ആർ ദേ ഹൈഡിങ് ആൻഡ് ക്രൈ? എന്തിനാണ് അവർ ഒളിഞ്ഞിരുന്ന് കരയുന്നത്? ഓ, ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫുഡ്. ഒരു ഗ്രൂപ്പിന് ഫുഡില്ല. ദ സെക്കൻഡ് ഹാസ് നോ വാട്ടർ. ചിലരിന് വെള്ളമില്ല. ദ തേർഡ് ഹാസ് നോ ഷെൽട്ടർ ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫയർവുഡ്. ചിലർക്ക് വീടില്ല, മറ്റവർക്ക് തീ കത്തിക്കാൻ വിറകില്ല. ഹൗ വിൽ ദേ സർവേ? എങ്ങനെ അവർ ജീവിക്കും? ദേ മസ്റ്റ് ഷെയർ ദ തിങ്സ് ഈച്ച് അതർ. അവർ പരസ്പരം തിങ്സ് ഈച്ച് ഷെയർ ചെയ്യണം. അതർവൈസ് ദേ വിൽ ഡൈ. അല്ലെങ്കിൽ അവർ മരിച്ചു പോവും. ഐ ഷാൾ ടോക്ക്. എനിക്ക് അവരോട് സംസാരിക്കണമെന്നായിരിക്കും ആ സ്ട്രേഞ്ചർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ. മക്കൾ നന്നായി പഠിച്ചിട്ട് പോവുക. ഇതുപോലെയൊക്കെ തന്നെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും. പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.